നമസ്കാരം. ഡിവൈൻ അസ്ട്രോ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, ലക്ഷ്യങ്ങൾ നേടുമ്പോൾ, സാമ്പത്തികമായി മെച്ചപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ ഒരു പ്രശ്നത്തിലേക്ക് വഴുതി വീഴാറുണ്ട്. അത് മറ്റൊന്നുമല്ല, കണ്ണേറ്. നമ്മൾ വളരുമ്പോൾ നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നതിനിടയിൽ ചിലപ്പോൾ അസൂയയുടെ കണ്ണുകൾ ഉണ്ടാകാം. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തിന്റെ ഏത് കോണിൽ നോക്കിയാലും കാണാൻ കഴിയുന്ന ഒന്നാണിത്. എന്താണ് ഈ കണ്ണേറ്? എങ്ങനെ ഇത് നമ്മളെ ബാധിക്കുന്നു എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിന് അസുഖങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ഒരു പ്രതിരോധ ശേഷി ഉള്ളതുപോലെ നമ്മുടെ ശരീരത്തിനും ഒരു പ്രതിരോധ ശേഷി ആവശ്യമാണ്. പുറമേ നിന്നുള്ള നെഗറ്റീവ് എനർജികളെയും ചിന്തകളെയും ചെറുക്കാൻ ഈ പ്രതിരോധ ശേഷി നമ്മളെ സഹായിക്കും. ഉദാഹരണത്തിന്, നമ്മൾ രോഗാണുക്കൾ നിറഞ്ഞൊരിടത്ത് പോയാലും നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് ഈ കണ്ണേറും. നമ്മൾ പോലും അറിയാതെ ഈ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കുറയാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മൾ സ്വയം വില കുറച്ച് കാണാൻ തുടങ്ങും, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ പിന്നിലാണെന്ന ചിന്ത വരും. ഇത് നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കും. ചുറ്റുമുള്ള നെഗറ്റീവ് ആളുകളുടെ സാമീപ്യം ചിലപ്പോൾ നമ്മളെ വല്ലാതെ തളർത്തി കളയും. അതുകൊണ്ട് ഈ നെഗറ്റീവ് ഊർജത്തിൽ നിന്നും നമ്മളെ എങ്ങനെ സംരക്ഷിക്കാമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെഗറ്റീവ് എനർജിയിൽ നിന്നും സ്വയം സംരക്ഷിക്കാൻ ചില എളുപ്പ വഴികൾ പറയാം. വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഉപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതി. നിങ്ങൾ പുറത്തു പോയി വരുമ്പോൾ, പ്രത്യേകിച്ച് ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉപ്പുണ്ടല്ലോ, അല്ലേ? കല്ലുപ്പാണ് മെയിനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഉപ്പ് ഉപയോഗിക്കാം. എന്നാലും എപ്പോഴും നമ്മുടെ വീട്ടിൽ കല്ലുപ്പ് കരുതുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു കപ്പിൽ അല്പം ഉപ്പെടുക്കുക. ഇപ്പോൾ ഈ ഉപ്പ് കയ്യിൽ പിടിച്ച് നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും വൃത്താകൃതിയിൽ, പ്രത്യേകിച്ച് തലയ്ക്ക് മുകളിൽ 7 തവണയോ 11 തവണയോ 21 തവണയോ ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുക. ഇതിന് ശേഷം ആ ഉപ്പ് ഒരു ടോയ്ലറ്റിൽ ഒഴുക്കി കളയുക. ഒഴുക്കുമ്പോൾ പിന്നോട്ട് നോക്കരുത്. ഈ ലളിതമായ രീതി നിങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കും. രണ്ടാമത്തെ രീതിയാണ് മയിൽപീലി. ഇത് വെറും ഒരു അലങ്കാര വസ്തു മാത്രമല്ല, പ്രകൃതിദത്തമായി തന്നെ നെഗറ്റീവ് ഊർജത്തെ അകറ്റാൻ കഴിവുള്ള ഒന്നായിട്ടാണ് മയിൽപീലിയെ കണക്കാക്കുന്നത്. പണ്ട് മുതലേ നമ്മുടെ വീടുകളിൽ മയിൽപീലി വെക്കുന്നത് ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിങ്ങളുടെ വീടിന്റെ ഹാളിലോ പഠനമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്ഥലത്തോ മയിൽപീലി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊരു തരം പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കാനും നെഗറ്റീവ് ചിന്തകളെ അകറ്റാനും സഹായിക്കും. കണ്ടില്ലേ, വളരെ ലളിതമായ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നെഗറ്റീവ് ഊർജത്തിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ വരുത്തി നോക്കൂ. തീർച്ചയായും നല്ല ഫലങ്ങൾ ഉണ്ടാകും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.